കൊള്ളാം. ഇതൊക്കെ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാന്ന് ഇയാളെ. ലോജിക്കിനെ, അല്ല മിസ്റ്റർ സിസ്റ്ററെ, ലോജിക്. സിസ്റ്ററെ ഈ ഇത് ലുക്കുമാൻ ഇത് എന്ന് പറഞ്ഞ ലോജിക്കാണ്. ആള് തന്നെ, ഈ ലുക്കുമാൻ എന്ന് പറഞ്ഞ അധ്യായം ഉണ്ടല്ലോ, 31-ാമത്തെ അധ്യായം, 30 തോന്നുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലുക്മാനെ കൊന്നിട്ട് അവന്റെ കയ്യിലുള്ള കൃതി മോഷ്ടിച്ച ആളാണ് മുഹമ്മദ്. ലുക്മാനെ കൊന്ന് അവന്റെ കയ്യിൽ അവൻ എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകം മോഷ്ടിച്ച ആളാണ് മുഹമ്മദ്. എന്നിട്ട് ലുക്മാന്റെ റിലേറ്റീവ്സ് പറഞ്ഞു അയാള് മുസ്ലിം ആയായിരുന്നു, എന്നിട്ടും ഞങ്ങളെ കൊന്നു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു, കൃതി മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. ആ പുസ്തകമാണ് ഈ ലുക്മാൻ എന്നും പറഞ്ഞിട്ടുള്ള അധ്യായം. എന്റെ കുഞ്ഞു മകനെ എന്നും പറഞ്ഞിട്ട് കുറെ വാചകങ്ങളുണ്ട് അതിനകത്ത്. അതൊക്കെ ലുക്മാന്റെ വാചകങ്ങളാണ്. സിസ്റ്ററെ ഒരു ലുക്മാന്റെ കാര്യം കഥ പറയട്ടെ. പറയാം. എന്തായാലും ലുക്മാൻ കേക്കട്ടെ. സിസ്റ്ററെ, ലുക്മാന്റെ കഥയാ. ലുക്മാന്റെ കഥ ഇങ്ങനെയാണ്. ലുക്മാൻ എന്ന് പറഞ്ഞ ആള് അന്നത്തെ കാലത്ത് അനേക കവികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ലുക്മാൻ ഒരു കവിയായിരുന്നു. അയാള് എന്തോ ഒരു സാധനം എഴുതിയുണ്ടാക്കി ഇയാൾ ഇത് പാടിക്കൊണ്ട് നടന്നിരുന്നു. ഇത് കേട്ടപ്പോ മുഹമ്മദിന് വളരെ താല്പര്യം തോന്നി. അവനെ അടുത്ത് വിളിച്ച് അവന്റെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിച്ചപ്പോ എന്നിട്ട് അയാളോട് പറഞ്ഞു നീ മുസ്ലിം ആകാൻ പറഞ്ഞു. അയാൾ മുസ്ലിമായി എന്നാണ് അവരുടെ ബന്ധുക്കൾ പറഞ്ഞത്. പിന്നീട് ഇയാളെ ആളെ വിട്ട് കൊല്ലിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ കൃതി, മോഷ്ടിച്ച കൃതി ലുക്മാൻ എന്നും പറഞ്ഞിട്ട് ഖുറാനിൽ കയറ്റി വെച്ചു. അത് ആ കഴിഞ്ഞിട്ട് ഇയാളെ കൊന്നു കഴിഞ്ഞിട്ട് ഇയാളുടെ റിലേറ്റീവ്സ് പറയുകയാണ് ഇയാള് മുസ്ലിം ആയിരുന്നു, മുസ്ലിം ആയിട്ട് പോലും ഇയാളെ കൊന്നു കളഞ്ഞു. കാരണം എന്താണ്, മോഷ്ടിച്ച കൃതി ഉള്ളിൽ വെച്ചു. ഇനിയിപ്പൊ അയാൾ പറയരുതല്ലോ ഇത് എന്റെ കൃതിയാണെന്ന് അയാൾ പറഞ്ഞ അയാള് അവകാശവാദം ഉന്നയിക്കരുതല്ലോ. ആ അമ്രുൽ കൈസിന്റെ കൃതിയുടെ ഭാഗങ്ങളെല്ലാം മോഷ്ടിച്ച് അവിടെ എവിടെയും വെച്ചു. പക്ഷെ അമ്രുൽ കൈസ് അപ്പോഴത്തേക്ക് മരിച്ചു പോയിരുന്നു. അയാളുടെ മക്കളുടെ കാലത്താണ് അമ്രുൽ കൈസിന്റെ കൃതി മോഷ്ടിച്ച് അവിടെ എവിടെയും എഴുതി വെച്ചത്. അപ്പോ ഇതിപ്പോ ആള് ജീവിച്ചിരിക്കല്ലേ, അയാളുടെ കൃതി മോഷ്ടിച്ച് എഴുതി ഇതിനകത്ത് കയറ്റിക്കഴിഞ്ഞപ്പോ അയാളെ തട്ടിക്കളഞ്ഞു. ഇതാണ് ഇവരുടെയൊക്കെ ചരിത്രം. ഈ ലുക്മാനെ കൊന്നിട്ട് അവന്റെ കയ്യിലുള്ള കൃതി മോഷ്ടിച്ച ആളാണ് മുഹമ്മദ്. ലുക്മാനെ കൊന്ന് അവന്റെ കയ്യിൽ അവൻ എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകം മോഷ്ടിച്ച ആളാണ് മുഹമ്മദ്. ലുക്മാൻ ഒരു കവിയായിരുന്നു. അയാള് എന്തോ ഒരു സാധനം എഴുതിയുണ്ടാക്കി ഇയാൾ ഇത് പാടിക്കൊണ്ട് നടന്നിരുന്നു. ഇത് കേട്ടപ്പോ മുഹമ്മദിന് വളരെ താല്പര്യം തോന്നി. അവനെ അടുത്ത് വിളിച്ച് അവന്റെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിച്ചപ്പോ എന്നിട്ട് അയാളോട് പറഞ്ഞു നീ മുസ്ലിം ആകാൻ പറഞ്ഞു. അയാൾ മുസ്ലിമായി എന്നാണ് അവരുടെ ബന്ധുക്കൾ പറഞ്ഞത്. പിന്നീട് ഇയാളെ ആളെ വിട്ട് കൊല്ലിച്ചു കളഞ്ഞു. ലുക്മാനെ കൊന്ന് അവന്റെ കയ്യിൽ അവൻ എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകം മോഷ്ടിച്ച ആളാണ് മുഹമ്മദ്. അവനെ അടുത്ത് വിളിച്ച് അവന്റെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിച്ചപ്പോ എന്നിട്ട് അയാളോട് പറഞ്ഞു നീ മുസ്ലിം ആകാൻ പറഞ്ഞു. അയാൾ മുസ്ലിമായി എന്നാണ് അവരുടെ ബന്ധുക്കൾ പറഞ്ഞത്. പിന്നീട് ഇയാളെ ആളെ വിട്ട് കൊല്ലിച്ചു കളഞ്ഞു. മുസ്ലിം ആയിട്ട് പോലും ഇയാളെ കൊന്നു കളഞ്ഞു. കാരണം എന്താണ്, മോഷ്ടിച്ച കൃതി ഉള്ളിൽ വെച്ചു. ഇനിയിപ്പൊ അയാൾ പറയരുതല്ലോ ഇത് എന്റെ കൃതിയാണെന്ന് അയാൾ പറഞ്ഞ അയാള് അവകാശവാദം ഉന്നയിക്കരുതല്ലോ.
ആരോടാ ഇവിടെ ലുക്കുമാൻ. പറയാൻ വരുന്നത്? ഈ പന്ന പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണോ നമ്മള്? നമ്മളൊക്കെ എത്രയോ പുസ്തകങ്ങൾ വായിച്ചു പഠിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വായിച്ചു കേൾപ്പിക്കുക. ഏതായാലും ലുക്കുമാൻ ആണല്ലോ ഇവിടുത്തെ വിഷയം. ഓക്കെ, ഈ 31-ാമത്തെ അധ്യായം ഉണ്ടല്ലോ, ഖുറാനിലെ 31-ാമത്തെ അധ്യായമാണ് ലുക്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഖുറാനില് ലുക്മാൻ എന്ന മഹാൻ തന്റെ മകന് നൽകിയ ചില ഉപദേശങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഈ സൂറയ്ക്ക് ലുക്മാൻ എന്ന പേര് ലഭിച്ചു എന്നിവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ തർജ്ജമ ചെയ്ത ആളുകൾ അവരൊക്കെ മുസ്ലിങ്ങളാണല്ലോ. ഞാൻ അവരുടെ പേര് വേണമെങ്കിൽ വായിച്ചു കേൾപ്പിക്കാം. ഒരു മിനിറ്റ്. എന്റെ കയ്യിലിരിക്കുന്ന തർജ്ജമ ചെയ്ത മഹാന്മാരുടെ പേരുകൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ ഖുറാൻ പുനരാഖ്യാനത്തിൽ സഹകരിച്ച മഹത് വ്യക്തികൾ: ജനാബ് യു ചെറിയ കോയ തങ്ങൾ, ജനാബ് കെ അബ്ദുൾ റഹിമാൻ ഹാജി, ജനാബ് അബ്ദുൾ ബിജു, ജനാബ് കെ അബ്ദുൾ മജീദ് മൗലവി, പിന്നെ ബ്രാക്കറ്റില് പ്രശസ്ത അറബി പണ്ഡിതൻ, വിവർത്തകൻ, പത്രപ്രവർത്തകൻ, മത സാമൂഹ്യ പ്രവർത്തകൻ, പ്രഭാഷകൻ എന്നീ നിലയിൽ പ്രസിദ്ധനാണ് ജനാബ് കെ അബ്ദുൾ മജീദ് മൗലവി. പിന്നെ ജനാബ് കെ അബ്ദുൾ അലവി മൗലവി ഫറൂഖി എന്നയാള് റിട്ടയർഡ് അറബി ഇൻസ്പെക്ടർ, ഖുറാൻ ക്ലാസുകൾ എടുക്കുന്ന ഭാരതത്തിലെ ഗണനീയനായ ഖുറാൻ പണ്ഡിതന്മാരിൽ ഒരാളാണ് ജനാബ് കെ അലവി മൗലവി. ഇവരെല്ലാവരും കൂടി എഴുതിയുണ്ടാക്കിയ ഖുറാൻ വ്യാഖ്യാനവും ഉണ്ട് ഇതില്, ഖുറാന്റെ തർജ്ജമയുണ്ട്. ഇതെല്ലാമുള്ള പുസ്തകത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. അപ്പോ ഈ വരുന്ന ആൾക്കാര് അവരുടെ വിചാരം ഖുറാൻ എന്ന് പറഞ്ഞാൽ അങ്ങ് സ്വർഗത്തിലെങ്ങാണ്ട് കെട്ടിക്കിടക്കുന്ന പുസ്തകമാണ്, നമുക്കൊന്നും ആക്സസ് ഇല്ലെന്ന്. ഇതിൽ എഴുതിയിരിക്കുകയാണ് 31-ാം അധ്യായത്തില് ഇത് മക്കയിൽ അവതരിച്ചതാണ്. ലുക്മാൻ എന്ന മഹാൻ അത് ആരായിരുന്നു? ഈ മഹാൻ ആരായിരുന്നു? തന്റെ മകന് നൽകിയ ചില ഉപദേശങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ടാണ് സൂറത്തിന് ലുക്മാൻ എന്ന പേര് ലഭിച്ചത്. ഹസ്രത്ത് ലുക്മാൻ പണ്ഡിതനും തത്വജ്ഞാനിയും സച്ചരിതനുമായ വ്യക്തിയായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നില്ല എന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. ഓക്കെ, അപ്പൊ എന്താണ്? അയാള് പ്രവാചകനായിരുന്നില്ല, പക്ഷേ അയാള് തത്വജ്ഞാനിയും സച്ചരിതനുമായിരുന്നു. അയാളുടെ കയ്യിലിരുന്ന കൃതിയാണ് ലുക്മാൻ എന്ന് പറഞ്ഞ ഈ സാധനത്തില് ഇവര് മോഷ്ടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അയാളെ കൊന്നുകളഞ്ഞു എന്നാണ് ഇവരുടെ ചരിത്രത്തിൽ കാണുന്നത്. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട